എല്ലാവർക്കും രുചി കലവറ കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് സദ്യ സ്പെഷ്യൽ വറുത്തരച്ച സാമ്പാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുക്കറിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ആദ്യം തന്നെ നാളികേരം വറുത്തെടുക്കാനായി ചട്ടിയിൽ 3 ടേബിൾ സ്പൂൺ ഓയിൽ, അരമുറി നാളികേരം ചിരകിയത്, 1 ടീസ്പൂൺ നല്ല ജീരകം, 1/4 ടീസ്പൂൺ ഉലുവ, 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ്, 2 തണ്ട് കറിവേപ്പില, 5 ചെറിയ ഉള്ളി, 3 വെളുത്തുള്ളി, 6 വറ്റൽമുളക്, ഒരു ചെറിയ പീസ് കായം, 4 ടീസ്പൂൺ മല്ലി, ഇത്രയും ചേർത്ത് നിറം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇപ്പം നാളികേരം നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇത് ചൂടാറിയ ശേഷം അരച്ചെടുത്ത് മാറ്റിവെക്കാം. ഇനി നമുക്ക് സാമ്പാറിലേക്ക് ആവശ്യമായ കഷ്ണങ്ങൾ വേവിച്ചെടുക്കാം. കുക്കറിൽ 1 കപ്പ് പരിപ്പ്, 2 ക്യാരറ്റ്, 2 ഉരുളക്കിഴങ്ങ്, 10 ചെറിയ ഉള്ളി, 4 വെളുത്തുള്ളി, ആവശ്യത്തിന് വെള്ളം ഇത്രയും ചേർത്ത് അടച്ചു വെച്ച് വേവിക്കാം. 3-4 വിസിൽ വന്നാൽ മതിയാവും. ഇപ്പം പാകത്തിനുള്ള വേവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 10 വെണ്ടയ്ക്ക, 2 മുരിങ്ങക്കായ, 3 വലിയ തക്കാളി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അടച്ചു വെച്ച് വേവിക്കാം. 1 വിസിൽ വന്നാൽ മതി. ഇപ്പം കഷ്ണങ്ങൾ ഉടഞ്ഞു പോവാതെ പാകത്തിന് വേവായിട്ടുണ്ട്. ഞാനിതിൽ ഇത്രയും കഷ്ണങ്ങളെ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ വഴുതനയോ ചേനയോ പച്ചക്കായോ ഒക്കെ ഉണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി, പുളി പിഴിഞ്ഞത് 1 കപ്പ്, ഇത്രയും ചേർത്ത് ഇളക്കി കൊടുത്ത ശേഷം നേരത്തെ അരച്ചു വെച്ച നാളികേരം ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം തിളച്ച് വരുമ്പോൾ കുറച്ച് മല്ലിയില ചേർത്ത് ഇറക്കി വയ്ക്കാം. ഇനി ഇതിലേക്ക് വറുത്തിടാനായി 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. 1 ടേബിൾ സ്പൂൺ കടുക്, 2 വറ്റൽമുളക്, 2 തണ്ട് കറിവേപ്പില ഇത്രയും ചേർത്ത് വഴറ്റിയ ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ അതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സദ്യ സ്പെഷ്യൽ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം വരാം. താങ്ക്